തന്നെ. അപ്പൊ ആവേശം പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ സൂക്ഷ്മ ദർശിനിയിലാണ്. അത് കുറച്ചുകൂടി പെർഫോം ചെയ്യാനുള്ള ഒരു സമയം കിട്ടി. നമ്മളിങ്ങനെ ആലോചിക്കും 4 പെമ്പിള്ളേര് വന്നു ഒരു ക്രൈം കണ്ടുപിടിക്കുന്നു, അവര് അതായത് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നു. അതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടോ? ഇപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ചെറുതായിട്ടാണെങ്കിലും ഒരുമിച്ച് നിന്ന് ഒരു ചെറിയ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത്? അതെനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ ഇതില് ഇങ്ങനെ എനിക്ക് തോന്നുന്നു സ്ത്രീകൾക്ക് ഭയങ്കര ഒബ്സസീവ് ആയിട്ടുള്ള ഒരു നേച്ചറുണ്ട്. ഒരു ഹുക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെ അന്വേഷിച്ചു പോവും. അങ്ങനത്തെ ഒരു സാധനം ഉണ്ട്. അത് ചെറിയ കാര്യമാണെങ്കിലും ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് അതങ്ങനെ സ്പെസിഫിക് ആയിട്ട് വലുതായിട്ടുള്ള ഒരു പരിപാടി ഒന്നുമല്ല. അപ്പൊ നമ്മളൊരു ന്യൂസ് കേട്ടു, അത് ശരിയാണോ തെറ്റാണോ, അപ്പം നമ്മൾ ഇപ്പുറത്ത് അന്വേഷിക്കും അപ്പുറത്ത് അന്വേഷിക്കും, ഇങ്ങനെ എല്ലാവരുടെയും ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അപ്പൊ ഇതാണ് കൺക്ലൂഷനിലെത്തില്ല, അപ്പൊ ഇങ്ങനെയായിരുന്നല്ലേ എന്നുള്ള സാധനത്തിലോട്ടൊക്കെ എത്തുന്ന അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഇപ്പോഴത്തെ ജനറേഷനിലെ പെൺപിള്ളേരെ കാണുമ്പോ ഒക്കെ എനിക്ക് വയസ്സായിട്ടില്ല ഞാൻ പറയുന്നത്, അല്ല മൊത്തത്തിൽ ഇപ്പൊ ഒരു പെൺപിള്ളേരുടെ ഒരു വൈബ് ഭയങ്കര അടിപൊളിയാ. അപ്പൊ നമ്മൾ കുറെ പരിപാടിക്കൊക്കെ ഞാനൊക്കെ പോകുമ്പോ ചില ജഡ്ജ് ചെയ്യാൻ പേഴ്സണാലിറ്റി കോൺടെസ്റ്റ് അങ്ങനെയൊക്കെ പോകുമ്പോ ഈ പെൺകുട്ടികൾ വൻ പവറാണ്, ഫുൾ പവർ അവരുടെ സംസാരവും രീതികളും ഒക്കെ. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു സിനിമയിലൊക്കെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അത് സ്ലോലി വരുന്നുമുണ്ട്. അപ്പൊ സൂക്ഷ്മദർശിനി അതൊക്കെ കൊണ്ടായിരിക്കാം റിലേറ്റബിൾ ആവണ തോന്നുന്നു. ഇപ്പൊ സൂക്ഷ്മദർശിനിയില് പറയുന്നത് ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ഇമ്പോർട്ടന്റ് കൂടി ആ ഒരു സിനിമയിൽ പറയുന്നുണ്ട്. അത്രയധികം സിനിമകളൊന്നും ഇപ്പൊ നോട്ട്ബുക്ക് പോലത്തെ ഒരു സിനിമ നമ്മൾ എപ്പോഴും ഈ ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം എടുത്ത് പറയുന്ന ഒരു സിനിമയാണ്. ഇപ്പൊ എല്ലാരും നമ്മള് റീൽസിലായാലും വരുന്നത് സൂക്ഷ്മദർശിനിയിലെ ഫ്രണ്ട്ഷിപ്പാണ്. എന്തുടായ്പുണ്ടെങ്കിലും നമ്മൾ കൂടെ ഒരുമിച്ച് ഉണ്ടാവും എന്നുള്ളത്. അങ്ങനത്തെ നല്ല ഫ്രണ്ട്സ് ജീവിതത്തിൽ ഉണ്ടോ? ഉണ്ട്. അതാണ് ഏറ്റവും മെയിൻ. അതല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്ത്. എന്ന് വെച്ചാൽ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് ശരിക്കും അങ്ങനത്തെ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള സ്ത്രീ സൗഹൃദങ്ങൾ ഉണ്ടായത്. എന്ന് വെച്ചാൽ ഞാനൊക്കെ ചെറുപ്പത്തില് ഒരു ടോം ബോയ് കൈൻഡ് ഓഫ് പേഴ്സണായിരുന്നു. കുറെ ചെക്കന്മാരും നമ്മള് ഓടിക്കളിക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള രീതിയില്. അത് പതുക്കെയാണ് ലേറ്റ് 20s ഒക്കെ എത്തിയപ്പോഴാണ് നല്ല രസമുള്ള സ്ത്രീ സൗഹൃദങ്ങളും ഒക്കെ ഉണ്ടായി. പിന്നെ ഇപ്പൊ മെയിൻലി അങ്ങനെയാ വിളിക്കുന്നത്, മൊത്തം വിളിച്ച് ഒരു സങ്കടം പറയാനും. എന്നുവെച്ചാൽ അവർക്കായിരിക്കും നമ്മളെ ഏറ്റവും നല്ലോണം മനസ്സിലാവുന്നതും. ചിലപ്പം ഈ ആണുങ്ങൾക്ക് മനസ്സിലാവില്ല എന്നല്ല, അവർക്ക് മനസ്സിലാകുന്ന രീതി വേറെ രീതിയിലായിരിക്കും. അപ്പം അങ്ങനെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സിന്റെ ഭാര്യമാരൊക്കെ ഉണ്ട്, നമ്മൾ ഭയങ്കര കമ്പനിയായ എന്റെ ചെക്കന്മാരായിട്ടുള്ള ഫ്രണ്ട്സിന്റെ ഭാര്യമാരൊക്കെ. അപ്പൊ നമ്മള് തമ്മിൽ ഭയങ്കര പുതിയതായിട്ടുള്ള ഒരു സൗഹൃദമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഭയങ്കര രസമായിട്ട് എനിക്ക് തോന്നാറുണ്ട്. അവര് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കും. ഇപ്പം എവിടെയെങ്കിലും പുറത്ത് പോകുന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഇന്റർവ്യൂ വന്നാൽ നീ എന്തിനാ അതിട്ടെ, അല്ലെങ്കിൽ നീ എന്താ മര്യാദയ്ക്ക് മുടി ചീക്കാത്തെ, മറ്റ് അങ്ങനെ വേറെ ഇങ്ങനെ എടുത്ത് എന്നാ നീ അടുത്തതിന് ഇത് പോവും. അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ചിലപ്പോ കൊളാബ് വരെ അവര് ചോദിക്കും. ഇപ്പൊ എനിക്കതൊക്കെ ഭയങ്കര ചമ്മല. അപ്പൊ ഇവര് ആ ഡ്രസ്സ് ഇടൂ, ഈ ഡ്രസ്സ് ഇടൂ, ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യൂ, ഇത് ഇങ്ങനെ ചീത്തൊക്കെ പറയും. പക്ഷെ അത് വേറെ തന്നെ ഒരു രസമാണത്. അതൊരിക്കലും ഞാൻ ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്യുന്നുണ്ട്. ജഡ്ജ്മെന്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ഇതാക്കുന്ന കുറച്ച് സുഹൃത്തുക്കൾ. ശരിക്കും ഒരു സ്ത്രീകളുടെ ജീവിതത്തിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഒരു ഫീമെയിൽ ഫ്രണ്ട്ഷിപ്പ്? ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ. ഞങ്ങള് എന്താ വെച്ചാല് എപ്പോഴും ഞാൻ പറയുന്നതാണ്, ഈ ഒരു ജനറൽ ഒരു ചിന്തയാണല്ലോ, സ്ത്രീകൾ ഒരുമിച്ച് വന്നാൽ അടിയാണ്. പക്ഷെ ഈ ആണുങ്ങളോട് ഇരുന്നിട്ടുണ്ടോ എന്തോരം കുറ്റം പറയും അവര്. ഞാൻ പറയും ഇത് അവൾ അത് ചെയ്തു, അവൾ അപ്പുറത്തെ ഇതാണ്, അവള് മറ്റവന്റെ കൂടെയാണെന്നൊക്കെ പറഞ്ഞ് ഏറ്റവും കൂടുതൽ കഥ കേൾക്കുന്നത് ഈ ആണുങ്ങളുടെ ഇടയിൽ ഇരിക്കുമ്പോഴാണ്. പക്ഷെ എന്തോ അങ്ങനത്തെ ഒരു ധാരണ ഉണ്ടാക്കി പോയി. അതും ഒരു കണ്ടീഷനിങ് ആണെന്ന് തോന്നുന്നു. പക്ഷെ സ്ത്രീകള് ഒരുമിച്ച് വന്നാൽ അത്രയും രസമാണ്, അത്രയും രസകരമായിട്ടുള്ള, അത്രയും പവർഫുൾ ആയിട്ടുള്ള, ഏറ്റവും എൻജോയബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ഉണ്ടാവുന്നത് സ്ത്രീ സൗഹൃദങ്ങളിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ജനറൽ എസ്തെറ്റിക്സ് മാച്ച് ചെയ്യുന്നു, ഒരു എനർജിയും വൈബും ഒക്കെ. അപ്പൊ എന്ത് വന്നാലും ആദ്യം
ഓടും. എനിക്ക് ഓരോ സ്ഥലത്തുണ്ട് ഈ സ്പ്രെഡ് ഔട്ടാണ് എൻ്റെ സ്ത്രീ സൗഹൃദങ്ങൾ. ഇപ്പൊ ഒരാൾ ഹൈദരാബാദിലുണ്ട്, കുറച്ചുപേര് ബാംഗ്ലൂരുണ്ട്. അപ്പൊ ഇവരിവിടെ ഇല്ലാത്തതിന്റെ സങ്കടമുണ്ട്. അതേസമയത്ത് സിനിമയിലും ഉണ്ട് ചില ആൾക്കാർ, അപ്പൊ വിളിക്കും. ആൾക്കാർ വിചാരിക്കും അസൂയ കുശുമ്പ് അങ്ങനെയാണ്. അല്ല, ചിലപ്പോൾ ചിലത് കണ്ടിട്ട് ഏറ്റവും കൂടുതൽ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളതും ഇൻഡസ്ട്രിയിലെ കുറെ ആക്ടേഴ്സ് മെസ്സേജ് ചെയ്തിട്ടൊക്കെയാണ് പറയാറ്. ഞാൻ ഇതുവരെ കാണാത്ത ഇന്ററാക്ട് ചെയ്യാത്ത ആൾക്കാർ വരെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ലിജോ മോളാണെങ്കിലും, ഇപ്പം ചിന്നു, ദിവ്യപ്രഭ, അല്ലെങ്കിൽ കനിയൊക്കെ ചിലപ്പോൾ റാൻഡംലി ഒരു ദിവസം രാവിലെ വിളിക്കും, സൂക്ഷ്മ നീ അത് ചെയ്തില്ല, അത് ഞാനത് കുറേ പ്രാവശ്യം കണ്ടു. അവർക്ക് എന്നിട്ട് അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്യും. പക്ഷെ അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാർ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു മെയിൽ ആക്ടറിൻ്റെ അടുത്തൊന്നും അങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ നേരിട്ട് കാണുമ്പോൾ ഒക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവരിങ്ങനെ സ്പെഷ്യലായിട്ട് എഫേർട്ട് എടുത്ത് ഇങ്ങനെ മെസ്സേജ് അയക്കും, അങ്ങനെ ഓരോ മൊമെന്റ്സ് ആയിട്ടൊക്കെ പറയും. അത് ഭയങ്കര രസമാണ്. ആൾക്കാർ ജനറലി ചിന്തിക്കില്ല ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്, പക്ഷെ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആണുങ്ങളുടെ ഇടയിലുള്ള പോലെ തന്നെ അല്ലാത്ത പ്രശ്നങ്ങൾ സ്ത്രീകൾ തമ്മിൽ ഉണ്ടാവുക. എല്ലാ സ്ത്രീകളുമായിട്ട് നമുക്ക് ഫ്രണ്ട്സ് ആവാൻ പറ്റും ഇല്ലല്ലോ. നമുക്ക് ഇഷ്ടമില്ലാത്ത എത്ര സ്ത്രീകളുണ്ടാവും, അതേപോലെ ഇഷ്ടമുള്ള ഒത്തിരി സ്ത്രീകളുണ്ടാവും. അത്രേ ഉള്ളൂ. ഇപ്പോ അഭിനയിക്കുന്ന ഒരു പൂജേനെ നമുക്കറിയാം. ഈ അഭിനയമല്ലാതെ വേറെ ഈ സ്ക്രിപ്റ്റിംഗ് അല്ലെങ്കിൽ പാട്ടെഴുത്ത് അങ്ങനത്തെ എന്തെങ്കിലും മേഖലകളുണ്ടോ? ഒരു നാടകം തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടായി വന്നതുകൊണ്ട് വെറുതെ ഇരിക്കുമ്പം ഇങ്ങനെ ചുമ്മാ എഴുതും എന്നല്ലാതെ അങ്ങനെ അതൊരു കോൺക്രീറ്റ് പരിപാടി ഇട്ടൊന്നുമില്ല. ഞാൻ ചെറുപ്പം തൊട്ടേ എന്തെങ്കിലുമൊക്കെ എഴുതും. ലൈക് സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ടേ എഴുതും. പിന്നെ ഇടയ്ക്ക് ഒരു സമയത്ത് ഒന്നൊന്ന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കോവിഡ് സമയത്തൊക്കെ പിന്നെയും വീട്ടിൽ വെറുതെ ഇരിക്കില്ല, അപ്പൊ എന്തെങ്കിലുമൊക്കെ എഴുതി ഇതാക്കുമായിരുന്നു. ഇപ്പൊ പിന്നെ അത് കുറച്ച് കുറഞ്ഞു. ഇഷ്ടമാണ്, എഴുതാൻ ഇഷ്ടമാണ്. അല്ലാതെ എന്താ പറയാ, അതൊക്കെ തന്നെ ഉള്ളൂ. എന്താന്ന് വെച്ചാൽ ഇത് കുറെ ഇത് തന്നെയായിരുന്നു ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹോബി. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ നാടക ക്ലാസ്സിൽ പോകാന്നുള്ളത് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഹോബിയായിരുന്നു. പിന്നെ അതൊരു സീരിയസ് പരിപാടിയിലോട്ട് മാറി. അപ്പൊ പിന്നെ അതന്നെ പഠിച്ചു. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ക്ലീഷേ ബ്രേക്ക് ചെയ്ത ഒരു അഭിനേത്രിയാണ്. ഞാൻ ഒരു പ്ലസ് സൈസ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ നമ്മൾ സ്ക്രീനിൽ വരുമ്പോ എന്റെ അടുത്ത് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് വണ്ണം കുറച്ച് കഴിഞ്ഞാൽ നല്ലതായിരുന്നു, ഞാൻ ജിമ്മിൽ പോയിക്കൂടെ സൂര്യ. ഞാൻ എന്റെ ഒരു ബോഡിയിൽ ഓക്കെയാണ്, കംഫർട്ടാണ്. പക്ഷെ ആളുകൾക്ക് അത് കാണുമ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ സിനിമയിലെ സ്ത്രീകൾ നമ്മൾ പണ്ട് കാലത്ത് വളരെയധികം അവര് സെറ്റ് ചെയ്ത ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മള് കാണുമ്പോ ഒരുപാട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് ആയാലും മെയിൽ ക്യാരക്ടേഴ്സ് ആയാലും ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിന് നോക്കുന്നില്ല. അഭിനയിക്കാൻ അറിയോ, അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുമോ എന്ന് മാത്രം നോക്കുന്നുള്ളൂ. നമ്മളായിട്ട് ഇരുന്നാ മതി എന്ന രീതിയിലായിരുന്നു. അപ്പോ പൂജ ഇതുപോലെ വന്നപ്പോ ഏതെങ്കിലും രീതിയിൽ ആളുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? എനിക്ക് സിനിമയിലുള്ള ആൾക്കാർ അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല. എന്താ വെച്ചാല് ഞാൻ എന്റെ ബോഡി കഴിഞ്ഞ ഒരു 5 കൊല്ലത്തിൽ മാറിയിട്ടുണ്ട് കുറെ. വരുന്ന സമയത്ത് സിനിമ എടുത്ത് നോക്കുമ്പോൾ അത്ര തടിയില്ല. പിന്നെ ആക്ച്വലി ഒരു പ്രോജക്റ്റിന് വേണ്ടി കുറച്ചധികം കൂട്ടിയായിരുന്നു, അത് ഇതുവരെ ഇറങ്ങിയിട്ടില്ല. അതൊരു വെബ് സീരീസ് ആയിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ സ്ഥിരം ജിമ്മിൽ തന്നെ പെറ്റ് കിടക്കുക. എന്ന് വെച്ചാൽ അതിൽ കുറെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഉള്ള ഒരു ഹിന്ദിയിലുള്ള ഒരു വെബ് സീരീസാണ്. അത് വലുപ്പം വേണം എന്നുള്ളതാണ് ആ ക്യാരക്ടറിന്റെ റിക്വയർമെന്റ്. അതേ സമയത്ത് അജൈലും ആയിരിക്കണം, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റണം. ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ട്, ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫേസ് ആണ് ഈ ആൾക്കാരിങ്ങനെ തടി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന സമയം. പിന്നെ അത് വിചാരിച്ച പേസിൽ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നു ഇല്ല. അതൊരു ഫീമെയിൽ ബോഡി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അത് പിന്നെ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, മീൻസ് കുറയ്ക്കാൻ നോക്കുന്നുണ്ട്. അത് എനിക്ക് സൗന്ദര്യം ഇല്ല എന്ന് തോന്നിയിട്ടല്ല, അത് നമുക്ക് കുറച്ചും കൂടെ ഫിസിക്കലി ഒന്ന് ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ എന്റെ വിചാരം ഞാൻ എല്ലാ സൈസിലും ഓക്കെ ആണെന്നാണ്. എനിക്കങ്ങനെ എന്നെ കാണാൻ ഭംഗിയില്ല എന്നുള്ള ചിന്തയൊന്നും എനിക്കില്ല. എനിക്ക് അത്യാവശ്യത്തിനുള്ള സൗന്ദര്യം കൊണ്ട് ഞാൻ വിചാരിക്കണം. അതിപ്പോ ആര് പറഞ്ഞാലും എനിക്കത് എഫക്റ്റ് ആവുകയും ചെയ്യില്ല.